അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൂന്നാമത്തെ ജുസ് ആണ് തിൽക റുസുലു ഫല്ലൽനാ ബഅദഹും അലാ ബഅദിൻ മിൻഹും മൻ കല്ലമല്ലാഹ് വറഫഅ ബഅദഹും ദറജാത്ത് ഇലാ ആഖിരിൽ ആയ. ഈ ജുസിൽ പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അതിൽ ഒന്നാമത്തെ വിഷയമാണ് അമ്പിയാക്കളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല 1,00,000-ൽ കൂടുതൽ അമ്പിയാക്കളെ ഈ ഭൂമുഖത്ത് അയച്ചിട്ടുണ്ട്. അവരിൽ തന്നെ ചിലർക്ക് ചിലരേക്കാൾ മഹത്വവും സ്ഥാനവുമുണ്ട്. അപ്പോൾ അതാണ് ഈ ജുസിൻ്റെ തുടക്കം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ചിലർക്ക് മറ്റു ചിലരേക്കാൾ പ്രത്യേകതയുണ്ട്. അപ്പോൾ ആ പ്രത്യേകതയിൽ സ്വാഭാവികമായിട്ടും ആ സമുദായത്തിനും ആ പ്രത്യേകത കാണും. അതുകൊണ്ട് തന്നെ അമ്പിയാക്കളിൽ സയ്യിദുൽ മുർസലീൻ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഴുവൻ അമ്പിയാക്കളെക്കാളും ശ്രേഷ്ഠരാണ്. അതുപോലെ തന്നെ അമ്പിയാക്കൾക്ക് പ്രത്യേകമായ ചില പ്രവാചകന്മാർക്ക് പ്രത്യേകമായ പർട്ടിക്കുലറായ ചില ഫളീലത്തുകൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെയുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ ഏറ്റവും കൂടുതൽ മഹത്വം പ്രവാചകന്മാരിലുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. അതുപോലെ തന്നെ ഉമ്മത്തുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിനാണ്. പക്ഷേ പ്രവാചകന്മാരുടെ മഹത്വം നമ്മൾ പറയുമ്പോഴും മനസ്സിലാക്കി വെക്കണം, ഒരു പ്രവാചകൻ്റെ മഹത്വം വർണ്ണിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രവാചകൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ പരാമർശിക്കുമ്പോൾ അത് മറ്റൊരു പ്രവാചകനെ ഇകഴ്ത്തലാകാൻ പാടില്ല. മറ്റൊരു പ്രവാചകനെ ഇകഴ്ത്തിക്കൊണ്ട് ഒരു പ്രവാചകൻ്റെ മഹത്വം എവിടെയും എന്ത് ചെയ്യാൻ പാടില്ല, പരാമർശിക്കാൻ പാടില്ല. ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ലാ തുഖയ്യിറൂനി അലൽ അംബിയ, അതുപോലെ തന്നെ ലാ തഖൂലു അന ഖൈറു മിൻ യൂനുസ് ബിൻ മത്ത, ഞാൻ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനേക്കാൾ ഉത്തമനാണെന്ന് നിങ്ങൾ പറയരുത്. കാരണം എന്താണ്? എന്തോ ഒരു പ്രവാചകനെ ഇകഴ്ത്തിക്കൊണ്ട് മറ്റൊരു പ്രവാചകനെ എന്ത് ചെയ്യാൻ പാടില്ല, മഹത്വം നമ്മൾ കൊടുക്കാൻ പാടില്ല. എന്നാൽ മൊത്തത്തിൽ പ്രവാചകന്മാരിൽ ചിലർക്ക് എന്തുണ്ട്, മഹത്വം ഉണ്ട്. അത് കഴിഞ്ഞ് ജുസുവിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പരിശുദ്ധ ഖുർആൻ്റെ ഏറ്റവും മഹത്വമേറിയ ഒരു ആയത്ത്. അത് ആയത്തുൽ കുർസി എന്ന് പറയുന്നതാണ്. അതിൻ്റെ 10 വാചകങ്ങളാണ് ഈ ആയത്തുൽ കുർസിയിലുള്ളത്. അത് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളാണ്. അവൻ്റെ ഇൽമിൻ്റെ വ്യാപ്തി ബയാൻ ചെയ്യും, അവൻ്റെ വിശദീകരിക്കുന്നതാണ്. ആ ആയത്തുൽ കുർസി ഈ പറയപ്പെട്ട ഈ ജുസുവിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. പിന്നെ അത് കഴിഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വ തആല മരിച്ചവരെ പുനർജീവിപ്പിക്കുന്ന വിഷയത്തെ സംബന്ധിച്ച് പല ഉദാഹരണങ്ങളിലൂടെയും, ഉദാഹരണത്തിന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു അത് കാണിച്ചു കൊടുത്തത് ഒരു പക്ഷിയെ പിടിച്ചുകൊണ്ട് ആ പക്ഷി അള്ളാഹു സുബ്ഹാനഹു വ തആല പുനർജീവിപ്പിക്കുന്ന ഒരു രംഗം. ഇതേപോലെ തന്നെ ഉസൈർ റളിയല്ലാഹു തആല അൻഹു ഉസൈർ അലൈഹിസ്സലാം, ഉസൈർ അലൈഹി സ്വലാത്തു വസ്സലാമിനെ 200 വർഷക്കാലം മരിപ്പിക്കുകയും പിന്നെ പുനർജീവിപ്പിക്കുകയും ചെയ്ത സംഭവം. ഇതുപോലെ തന്നെ സൂറത്തുൽ ബഖറയിൽ നമ്മൾ കണ്ടതാണ്, മരിച്ച ഒരാളെ ജീവിപ്പിച്ചു. അത് ദുന്യാവിൽ വെച്ച് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കുന്ന ചില ഉദാഹരണങ്ങളാണ്. മരിച്ച ആൾക്കൊരു പുനർജീവിതമുണ്ട് എന്ന് നേരിട്ട് കാണിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിഷയമാണ് അടുത്തത്. പിന്നെ നമ്മൾ ചെലവാക്കുന്നത്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവാക്കുന്നതിൻ്റെ മഹത്വവും, അത് നമ്മൾ എന്ത് വേണം, ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയാകരുത്, മറിച്ച് നിഷ്കളങ്കതയോടുകൂടെയാണ് നമ്മൾ ചെലവാക്കേണ്ടത് എന്നുള്ള വിഷയം അടുത്ത ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോൾ അതുമായി പറയുമ്പോൾ ചില സന്ദർഭത്തിൽ സദക്ക നമ്മൾ ചെയ്യുമ്പോൾ അത് പരസ്യമായി ചെയ്യേണ്ട ചില സാഹചര്യങ്ങൾ വരും. മറ്റുള്ളവർക്ക് പ്രചോദനം കിട്ടണമെങ്കിൽ ചില സദക്കകൾ നമ്മൾ എന്ത് ചെയ്യും, പരസ്യമായി ചെയ്യേണ്ടതായി വരും. അപ്പം അങ്ങനെയുള്ള സന്ദർഭത്തിൽ പരസ്യമായി സദക്ക ചെയ്യുന്നത് വിരോധമില്ല എന്നുള്ള, അത് രഹസ്യമായി വെക്കുന്നത് നല്ലതാണ്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ പരസ്യമായി ചെയ്യേണ്ടി വന്നാൽ അത് വിരോധമില്ല എന്നുള്ള വിഷയം പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സദക്കയുടെ നേരെ ഓപ്പോസിറ്റായ മറ്റൊരു വിഷയമാണ് പലിശ എന്നത്. സാമ്പത്തികമായിട്ട് ഏറ്റവും സദക്കയുടെ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒന്നാണ്. കാരണം സദക്ക എന്നത് ഒരു മനുഷ്യൻ്റെ ഔദാര്യതയും ഒരു മനുഷ്യൻ്റെ നന്മയെല്ലാം കാണിക്കുന്നുവെങ്കിൽ പലിശ എന്നത് ഒരു മനുഷ്യൻ്റെ ലുബ്ധതയും അതുപോലെ തന്നെ അവൻ്റെ ഉള്ളിലുള്ള തിന്മയുമൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ആ പലിശയെ ശക്തമായി ഇസ്ലാം എതിർത്തുകൊണ്ടുള്ള ആയത്തുകൾ, ജാഹിലിയ കാലഘട്ടത്തിലും ഈ സമ്പ്രദായമുണ്ടായിരുന്നു. സമ്പത്ത് കൊടുത്തുകൊണ്ട് പലിശ വാങ്ങിക്കിരുന്ന ഒരു സമ്പ്രദായം, അതിനെ ശക്തമായി ഇസ്ലാം എതിർക്കുകയും എത്രത്തോളം അതിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്.
അതുകൊണ്ട് തന്നെയാണ് ഹജ്ജത്തുൽ വദാഇൻ്റെ പ്രസംഗത്തിൽ പോലും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പലിശയുടെ കാര്യം എടുത്തു പറയുകയും ആ പലിശ മുഴുവനും കുഴിച്ചു മൂടപ്പെട്ടിരിക്കുന്നു എന്ന് പരാമർശിക്കുകയും ചെയ്തത്. പിന്നെ ഒരു വിഷയമാണ് പരിശുദ്ധ ഖുർആൻ്റെ ഏറ്റവും വലിയ ആയത്താണ് ഇടപാടുകളിൽ എഴുതി സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട ഉള്ള ഒരു ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ തദായൻതും ബിദൈനിൻ എന്ന് തുടങ്ങുന്ന ആയത്ത്. അപ്പോൾ ആ ആയത്ത് ഏറ്റവും വലിയ ആയത്താണ്, ഏകദേശം ഒരു പേജുള്ള ആയത്താണ്. അപ്പോൾ ആ ആയത്തുകളിൽ നമ്മുടെ ഇടപാടുകൾ, പ്രത്യേകിച്ച് കടമിടപാടുകളാണ് എങ്കിൽ അത് കൃത്യമായി എഴുതി സൂക്ഷിക്കുക. അതിന് എഴുതുമ്പോൾ അതിന് സാക്ഷികളെ നിർത്തുക. നമ്മൾ യാത്രയിലാണെങ്കിൽ പോലും കടമിടപാടുകൾ എന്ന് പറഞ്ഞാൽ കടം കൊടുക്കുക, കടം വാങ്ങുക മാത്രമല്ല. ഏതെങ്കിലും കച്ചവടമാണെങ്കിൽ പോലും അതിൻ്റെ പൈസ, അതിൻ്റെ കാശ് പിന്നെ തരാം എന്നാണെങ്കിൽ അത് കൃത്യമായി എഴുതി വാങ്ങുക. അതുപോലെ തന്നെ പണയവസ്തു, യാത്രയിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് പണയത്തിന് എന്തെങ്കിലും സാധനം എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വാങ്ങിക്കേണ്ടി വന്നാൽ ആ പണയ വസ്തുവിനെ സംബന്ധിച്ച് അത് മേടിച്ചുകൊണ്ട് നമ്മൾ അതിനെ സൂക്ഷിക്കുക. എന്നിട്ട് പൈസ തിരിച്ചു തരുമ്പോൾ ആ പണയ വസ്തു തിരിച്ചു കൊടുക്കുന്ന രൂപം, ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ. ചിലപ്പോഴൊക്കെ ആൾക്കാർ ഇതിനകത്ത് വിട്ടുവീഴ്ച അല്ലെങ്കിൽ അശ്രദ്ധ കാണിക്കാറുണ്ട്. എഴുതുവാണെങ്കിൽ അയാൾ എന്ത് വിചാരിക്കും, നമ്മളിൽ നിന്ന് കാശ് കടം മേടിച്ചതല്ലേ, എഴുതി വെച്ചാൽ. പക്ഷേ അതങ്ങനെ നമ്മൾ കാണിക്കേണ്ടതില്ല. മറിച്ച് പരിശുദ്ധ ഖുർആൻ്റെ നിർദ്ദേശമാണ്. അതിൻ്റെ അർത്ഥം ഇത് നിർബന്ധമാണ് എന്നല്ല. ഉലമാക്കൾ പറയുന്നുണ്ട് ഈ അംർ ഇർഷാദാണ്, നമുക്ക് ഗുണം ചെയ്യാൻ വേണ്ടി, നമുക്കുടെ ഉപകാരത്തിന് വേണ്ടി പറഞ്ഞതാണ്, നിർബന്ധമൊന്നുമില്ല. എഴുതി വെക്കുന്നത് നല്ലതാണ്. അതുമായി ബന്ധപ്പെട്ട ആയത്താണ് അതിനുശേഷമുള്ളത്. പിന്നെ അതിനുശേഷം ഈമാനും കുഫറും ഒരിക്കലും ഒന്നിക്കില്ല. ഈമാനും കുഫറും, അതായത് ലോകത്തിൻ്റെ തുടക്കം മുതൽ, മനുഷ്യൻ്റെ ചരിത്രത്തിൻ്റെ തുടക്കം മുതൽ തന്നെ എപ്പോഴും ഈമാനും കുഫറും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ഈമാനും കുഫറും ഒരിക്കലും യോജിക്കില്ല. ഈമാൻ നേരെ ഓപ്പോസിറ്റാണ്, ഈമാൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കുഫർ എന്നുള്ള കാര്യവും പറഞ്ഞുകൊണ്ടാണ് ഈ സൂറത്തുൽ ബഖറ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിക്കുന്നത്. അത് കഴിഞ്ഞുള്ള സൂറത്താണ് സൂറത്തു ആലിമ്രാൻ. ഈ സൂറത്ത് ആലിമ്രാൻ, ഈ സൂറത്തുൽ ബഖറ പോലെ തന്നെ മദനിയാണ്. നബി തങ്ങളുടെ മദീന ജീവിതത്തിൽ അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകൾക്കാണ് മദനി എന്ന് പറയുന്നത്. നബി തങ്ങളുടെ മക്ക ജീവിതത്തിൽ അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകൾക്ക് മക്കി എന്നും പറയും. അപ്പം തങ്ങളുടെ മദീന ജീവിതത്തിൻ്റെ തുടക്ക സമയത്താണ് ഈ സൂറത്തുൽ ബഖറയും സൂറത്തു ആലിമ്രാനും ഒക്കെ അവതരിച്ചത്. ഈ സൂറത്തിൻ്റെ ഏകദേശം 33 മുതൽ 37 ആയത്ത് വരെ ഇമ്രാൻ്റെ കുടുംബക്കാരെക്കുറിച്ചുള്ള ചർച്ചയാണ്. മറിയം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പിതാവിൻ്റെ പേരാണ് ഇമ്രാൻ. അപ്പോൾ ഇമ്രാൻ്റെ കുടുംബം, മറിയം അലൈഹി സ്വലാത്തു വസ്സലാം, ഈസ അലൈഹി സ്വലാത്തു വസ്സലാം, യഹിയ അലൈഹി സ്വലാത്തു വസ്സലാം, സക്കരിയ അലൈഹി സ്വലാം, ഇങ്ങനെയുള്ള പ്രവാചകന്മാരുടെ സംഭവ വികാസങ്ങളാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സൂറത്തിന് സൂറത്തു ആലിമ്രാൻ എന്ന് പേര് വന്നിരിക്കുന്നത്. ഈ സൂറത്തിൽ ഏകദേശം 80ഓളം ആയത്തുകൾ നജ്റാനിൽ നിന്ന് ഒരു 40 പേരടങ്ങുന്ന ഒരു ക്രിസ്തീയ പുരോഹിതന്മാരും മറ്റുമായിട്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സംവാദത്തിനായിട്ട് വരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് ഈസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ മകനാണ്, പുത്രനാണ് എന്നും പരിശുദ്ധാത്മാവാണ് എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് തർക്കിക്കുകയും ഒരുപാട് സംവാദങ്ങൾ നടത്തുകയും ആ സംവാദങ്ങൾക്കുള്ള മറുപടിയായിട്ട് അവതരിപ്പിക്കപ്പെട്ട ആയത്തുകളാണ് ഈ പറയപ്പെട്ട ആലിമ്രാനിൽ കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. 80ഓളം ആയത്തുകൾ അതുമായി ബന്ധപ്പെട്ടതാണ്. ഈ ആയത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, അവരുടെ വിമർശനങ്ങളും ഖുർആൻ്റെ ആയത്തുകൾ തെറ്റായി ഉദ്ധരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സംവാദത്തിൽ തന്നെ കലിമത്തുള്ള എന്നും, അതായത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹുവിൻ്റെ വചനമെന്നും, അതുപോലെ തന്നെ റൂഹും മിൻഹു എന്നൊക്കെയുള്ള പ്രയോഗങ്ങളുണ്ട്. ആ പ്രയോഗങ്ങളെല്ലാം അവർ തെറ്റായി വ്യാഖ്യാനിച്ചു കൊണ്ടാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിമർശനം ഉന്നയിക്കുന്നത്. അപ്പോൾ അതിന് മറുപടിയായിട്ട് ആദ്യം തന്നെ പറയുകയാണ്, പരിശുദ്ധ ഖുർആൻ്റെ ആയത്തുകളിൽ മുഹ്കം മുതശാബിഹ് എന്ന് പറഞ്ഞ 2 രീതിയിലുള്ള ആയാത്തുകളുണ്ട്. മുഹ്കം എന്ന് പറഞ്ഞാൽ
അതെല്ലാവർക്കും കൃത്യമായി മനസ്സിലാകുന്നതും അതിൻ്റെ നിയമങ്ങളും എല്ലാം തന്നെ ക്ലിപ്തമായതുമാണ്. മുത്തശാബിഹ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത് മനസ്സിലാകണമെന്നില്ല. പ്രത്യേകിച്ച് അള്ളാഹുവുമായി ബന്ധപ്പെട്ട അള്ളാഹുവിൻ്റെ വിഷയങ്ങൾ സംസാരിക്കുന്ന സ്ഥലത്ത് നമ്മളുടെ അറിവുകൾക്കൊരു പരിമിതികളുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചം തന്നെ എത്രയോ ഗാലക്സികൾ, ഇതിനെക്കുറിച്ചുള്ള അറിവുകൾ പോലും നമ്മുടെ കയ്യിലില്ല. നമ്മളുടെ അറിവിനെല്ലാത്തിനും ഒരു പരിമിതിയുണ്ട്. പക്ഷേ എത്ര പരിമിതി ഉണ്ട് എങ്കിലും ഇതിനെ എല്ലാത്തിനെയും പടച്ച് പരിപാലിക്കുന്ന ഒരാളുണ്ട് എന്നുള്ളത് ഏത് യുക്തിയുള്ള ആൾക്കും ബോധ്യപ്പെടുന്നൊരു കാര്യമാണ്. അപ്പോൾ അള്ളാഹു ഉണ്ട്, അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചവനാണ് എന്നുള്ളൊരു ബോധം എല്ലാവർക്കും ഉണ്ടെങ്കിലും അവൻ്റെ ഗുണവിശേഷങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരിക്കലും സാധിക്കുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ സംബന്ധിച്ച് കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണോ അത് എങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് അത് നമ്മൾ അങ്ങനെ ഉൾക്കൊള്ളുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് മുത്തശാബിഹാത്തുകളാണെന്ന് പറയുന്നത്. അപ്പോൾ ആ മുത്തശാബിഹാത്തുകളിൽ പെട്ടതാണ് ഈ കലിമത്തുള്ള എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അള്ളാഹുവിനെക്കുറിച്ച് യദുല്ല, അള്ളാഹുവിൻ്റെ യദ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വജുഹുല്ല എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ യഥാർത്ഥത്തിൽ മുത്തശാബിഹാത്തുകളിൽ പെട്ടതാണ്. ഇതിനെ നമ്മുടെ ഉലമാക്കൾ പറയുന്നത് അമിറുഹ ബിലാ കൈഫ്. അതിനെ അങ്ങനെ തന്നെ നമ്മളങ്ങ് വായിച്ചാൽ മതി. അതിൻ്റെ ഉദ്ദേശം എന്താണ്, അതിൻ്റെ മഅന എന്താണ് എന്ന് നമ്മൾ തേടിപ്പോകേണ്ട കാര്യം ഇല്ല എന്നുള്ളതാണ്. അപ്പം ഇത് റാസിഖൂൻ ഫിൽ ഇൽം, നല്ല അഗാധ പാണ്ഡിത്യമുള്ളവർ പോലും അവർ പറയുന്നത് ആമന്ന ബിഹി, ഞങ്ങളത് വിശ്വസിച്ചിരിക്കുന്നു എന്നാണ്. അതിനപ്പുറത്തേക്ക് അത് ചുരണ്ടാനോ അതിനകത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് തിരിച്ചറിയാനോ ഒന്നും അവരെന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. കുല്ലും മിൻ ഇൻദി റബ്ബിന, എല്ലാം നമ്മുടെ രക്ഷിതാവിൻ്റെ ഭാഗത്ത് നിന്നാണ് എന്ന് മനസ്സിലാക്കി അത് ഉൾക്കൊള്ളുക എന്നതാണ് ഇതിനകത്ത് നമുക്ക് കിട്ടാനുള്ള നിർദ്ദേശം മുത്തശാബിഹാത്തുകൾ. ഇതുപോലെ തന്നെയാണ് നമ്മൾ നേരത്തെ സൂറത്തിൽ അലിഫ് ലാം മീം, സൂറത്തുൽ ബഖറയിൽ തുടക്കവും അതുണ്ട്, സൂറത്ത് ആലിമ്രാൻ്റെ തുടക്കവും അതുണ്ട്. ഇതുകൊണ്ടുള്ള മുറാദ് എന്താണ്, ഉദ്ദേശം എന്താണ്? ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇതൊരു രഹസ്യമാണ്. ഇതെന്താണ് എന്ന് അന്വേഷിച്ച് പോകേണ്ട കാര്യം നമുക്കില്ല. ഇതെന്താണ് എന്ന് അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. മറിച്ച് മുഹ്കമായ ആയത്തുകൾ, ഖുർആൻ്റെ സിംഹഭാഗവും മുഹ്കമായ ആയാത്തുകളാണ്. അതിൽ നമ്മൾ ഗുണപാഠം ഉൾക്കൊള്ളുക, അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ നിർദ്ദേശം ഇതിൽ നമുക്ക് പറയാനുള്ളത്. ഇപ്പം ഇവിടെ ഈ സംഭവം, അടുത്തൊരു വിഷയം ഇമ്രാൻ്റെ കുടുംബക്കാരെ സംബന്ധിച്ചുള്ള ഒരു സംഭവമാണ്. അതിൽ ഇമ്രാൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ഹന്ന എന്നാണ്. ഇവർ ദുആ ചെയ്യുകയാണ്. ദുആ ചെയ്ത് ഞങ്ങൾക്കൊരു കുഞ്ഞ് കിട്ടുകയാണ് എങ്കിൽ ബൈത്തുൽ മുഖദ്ദസിൻ്റെ ഖിദ്മത്തിന് വേണ്ടി ഞങ്ങൾ ആ കുഞ്ഞിനെ നേർച്ചയാക്കാം എന്നവർ നേർച്ച ചെയ്യുന്നു. അങ്ങനെ അവർക്കൊരു കുഞ്ഞ് ജനിക്കുന്നു. പക്ഷേ ആ കുഞ്ഞ് ഇവർ വിചാരിച്ചതുപോലെ ഒരു ആൺകുട്ടിയായിരുന്നില്ല, മറിച്ചൊരു പെൺകുട്ടിയാണ്. അതാണ് മറിയം അലൈഹിസ്സലാം. അപ്പോൾ അവർ ജനിക്കും. എന്നാലും അവർ നേർച്ച ചെയ്ത കാര്യമാണ്. അതുകൊണ്ട് അവരുടെ നേർച്ച പൂർത്തിയാക്കാൻ വേണ്ടി ആ പെൺകുട്ടിയെ, സാധാരണ ബൈത്തുൽ മുഖദ്ദസിൽ ആൺകുട്ടികളെയാണ് ഖിദ്മത്തിന് വേണ്ടി നിശ്ചയിച്ചിരുന്നെങ്കിലും ഈ പെൺകുട്ടിയെ അവർ ബൈത്തുൽ മുഖദ്ദസിൻ്റെ ഖിദ്മത്തിന് വേണ്ടി അവർ നേർച്ച ചെയ്തതുകൊണ്ട് നിർദ്ദേശിക്കുന്നു. അത് തന്നെ പിതാവ് പെട്ടെന്ന് മരണപ്പെടുന്നു. പിതാവ് മരണപ്പെട്ടതിന് ശേഷം ജക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇവരുടെ തന്നെ ബന്ധുവാണ്, മാതാവിൻ്റെ വഴിയിലുള്ള ബന്ധുവാണ്. ആ ജക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം ഇവരുടെ ഈ കുഞ്ഞിൻ്റെ രക്ഷകർത്തം ഏറ്റെടുത്തുകൊണ്ട് ആ കുഞ്ഞ് കാരണം ആ സമയത്ത് ജക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം ബൈത്തുൽ മുഖദ്ദസിൻ്റെ ഇമാമായിരുന്നു. അപ്പം അദ്ദേഹം ഒരുപാട് അത്ഭുതങ്ങൾ അവരിൽ കാണുകയാണ്. ഒന്ന്, സീസൺ അല്ലാത്ത സമയത്ത് പോലും പഴവർഗ്ഗങ്ങൾ സീസണിൽ കിട്ടുന്നതുണ്ടല്ലോ, ഓരോ സീസൺ, ഓരോ പഴത്തിന് ഓരോ സീസൺ ഉണ്ടാവും. അതല്ലാതെ സീസൺ അല്ലാത്ത പഴവർഗ്ഗങ്ങൾ ഈ കുഞ്ഞിൻ്റെ കയ്യിൽ കാണുന്നു. എനിക്കിത് എവിടെ നിന്നാണെന്ന് ചോദിക്കുന്നു. അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്കിത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നാണെന്ന് മറിയം അലൈഹിസ്സലാം മറുപടി പറയുന്നു. അപ്പോൾ ഇത് കാണുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അള്ളാഹുവിന് ചെയ്യാൻ കഴിയുമെങ്കിൽ, ഇദ്ദേഹത്തിന് ആ സമയത്ത് അദ്ദേഹം വയോവൃദ്ധനാണ്, 100 വയസ്സിൽ കൂടുതലുണ്ട് ജക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പോൾ അദ്ദേഹം ദുആ ചെയ്യുകയാണ്, എനിക്കൊരു കുഞ്ഞിനെ തരണമേ എന്ന് ദുആ ചെയ്യുന്നു. അവർക്ക് മക്കളില്ലായിരുന്നു. അപ്പോൾ ആ ദുആയും അള്ളാഹു സ്വീകരിക്കുന്നു. ആ ദുആ സ്വീകരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അത്ഭുതം, ഈ വയോവൃദ്ധനായ ഞാൻ ഈ അവസ്ഥയിലായിരിക്കുമോ എനിക്ക് കുഞ്ഞുണ്ടാകുന്നത്, അതല്ല ഇനി എന്നെ ചെറുപ്പത്തിലേക്ക് അള്ളാഹു തിരിച്ചു മടക്കി കൊണ്ടുവരുമോ?
അപ്പോൾ അള്ളാഹുവിനോട് അടയാളം ചോദിക്കും, എനിക്ക് കുഞ്ഞുണ്ടാകുന്നതിൻ്റെ അടയാളം എന്താണ്? അപ്പോൾ പറയും 3 ദിവസം നിനക്ക് ആൾക്കാരോട് സംസാരിക്കാൻ കഴിയില്ല, വെറും സൂചനകൾ മാത്രമേ ചെയ്യാൻ കഴിയൂ, ആംഗ്യം കാണിക്കാനേ പറ്റൂ, സംസാരിക്കാൻ കഴിയില്ല. എന്തായാലും അങ്ങനെ ഒരു കുഞ്ഞ് ജനിക്കുന്നു. ആ കുഞ്ഞിൻ്റെ പേരാണ് യഹിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പോൾ യഹിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്നു. അള്ളാഹു പറയുന്നുണ്ട്, യഹിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രത്യേകതകൾ പറയുന്നുണ്ട്. സയ്യിദാണ്, ഹസൂറാണ്. അതുപോലെ തന്നെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അതുവരെ വന്നിട്ടില്ല, പക്ഷെ അങ്ങനെ ഒരു പ്രവാചകനെ വാസ്തവീകരിക്കുന്ന, അദ്ദേഹത്തെ അംഗീകരിക്കുന്ന ഒരു പ്രവാചകനായിരിക്കും യഹിയ അലൈഹി സ്വലാത്തു വസ്സലാം. അതുപോലെ തന്നെ അദ്ദേഹത്തിന് സ്ത്രീകളുമായുള്ള വിരക്തി, അതായത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ഇബാദത്തിൽ അത്രത്തോളം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അദ്ദേഹത്തിന് വിവാഹ ജീവിതവും വൈവാഹിക ജീവിതവുമായുള്ള അതിൻ്റെ ആവശ്യമില്ലാത്തൊരു വ്യക്തിയാണ് എന്ന് നേരത്തെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ്റെ പ്രത്യേകതയായിട്ട് എടുത്തു പറയുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഈ മറിയം അലൈഹി സ്വലാത്തു വസ്സലാമിന് ദിവ്യ ഗർഭമുണ്ടാകുന്നു. വിവാഹം കഴിക്കാതെ തന്നെ, ഒരു പുരുഷൻ്റെ സാന്നിധ്യമില്ലാതെ തന്നെ അവർ ഗർഭിണിയാകുകയാണ്. ആ സംഭവവുമായി ബന്ധപ്പെട്ട് അവരതിന് അത്ഭുതം പ്രകടിപ്പിക്കുന്നു. ആ അത്ഭുതം പ്രകടിപ്പിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനം അങ്ങനെയാണെന്ന് അള്ളാഹു മറുപടി കൊടുക്കുന്നു. അങ്ങനെ അവർ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് ജന്മം നൽകുകയാണ്. അപ്പോൾ ആ നാട്ടുകാർ, അന്നുണ്ടായിരുന്ന ജൂതന്മാരെല്ലാം തന്നെ ബഹുമാനപ്പെട്ട മറിയം അലൈഹി സ്വലാത്തു വസ്സലാമയെ വിമർശിക്കുന്നു. അവരോട് പറയുന്നു, മാക്കാൻ അബൂക്കി ഇംറഅസു ഇൻ വമാക്കാൻ തുമ്മുക്കി ബഗിയ, നിൻ്റെ മാതാപിതാക്കൾ എത്രയോ നല്ലവരായിരുന്നു, പക്ഷെ നീ എന്താ ഇങ്ങനെയായിപ്പോയത് എന്നുള്ള രീതിയിൽ വിമർശനവും ഒക്കെ ഉന്നയിക്കുന്നു. പക്ഷേ ആ വിമർശനങ്ങൾക്കെല്ലാം ആ കുഞ്ഞ് അവസാനം വന്ന് മറുപടി പറയുന്ന രംഗം, കുഞ്ഞ് തൊട്ടില്ലായിരിക്കുന്ന സമയത്ത് തന്നെ സംസാരിക്കുന്നു. വലിയ അത്ഭുതങ്ങൾ ഉണ്ടായ ആ സംഭവങ്ങളാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നത്. ഇതിനുശേഷം ബഹുമാനപ്പെട്ട ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രബോധനവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം, അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാർ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ തൗറാത്ത്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ജൂതനായാൽ മതി, വേറൊന്നും വേണ്ട, ഇസ്രായേലി ആയാൽ മതി. അപ്പോൾ ഒരാൾ ബനു ഇസ്രായേലിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്താലും കുഴപ്പമില്ല, അല്ലൻ തമസനന്നാറും ഇല്ല അയ്യാമ മാദൂദ, എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നരകത്തിൽ കുറച്ച് ദിവസം ശിക്ഷിക്കേണ്ടി വരും. പക്ഷേ ഒരാൾക്ക് കാലാകാല രക്ഷയ്ക്ക് വേണ്ടി ഇസ്രായേലി പരമ്പരയിൽ പെട്ടാൽ മതി എന്നൊരു വിശ്വാസമാണ് ഉണ്ടായിരുന്നത്. ഈ ഇസ്രായേലി പരമ്പരയിലുള്ള ആളാണ് ഈസാ അലൈഹിസ്സലാം. ഈസാ അലൈഹിസ്സലാം വന്നു ഇവരുടെ ഈ തെറ്റായ വിശ്വാസങ്ങളെ ശക്തമായി എതിർക്കുകയും അങ്ങനെ തൗറാത്തിൻ്റെ നിയമം അനുസരിച്ച്, അതിൻ്റെ യഥാർത്ഥ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ അവരെ എന്ത് ചെയ്തു, അവരോട് നിർദ്ദേശിക്കുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവർ എതിർത്തു. അവരൊരിക്കലും ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രബോധനത്തെ അംഗീകരിച്ചില്ല. അവരവരുടെ തോന്നിയതുപോലെ ജീവിച്ചു. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധനം നടത്തിക്കൊണ്ടേയിരുന്നു. അപ്പോൾ പ്രബോധനം നടത്തുമ്പോഴെല്ലാം അവരുടെ ഭാഗത്ത് നിന്ന് പ്രധാനപ്പെട്ട, അവർ തൗറാത്തിനകത്ത് നടത്തിയ തഹരീഫുകൾ, അതായത് മാറ്റിത്തിരുത്തലുകളും അതൊക്കെ തിരുത്തുക. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ, നബിതങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ജൂതന്മാർ നബിതങ്ങളോട് വിമർശിച്ചൊരു കാര്യമുണ്ട്, ഒട്ടകത്തിൻ്റെ മാംസം എങ്ങനെ താങ്കൾ കഴിക്കുന്നു, ഒട്ടകത്തിൻ്റെ മാംസം നിഷിദ്ധമാണല്ലോ. അപ്പോൾ അതിൻ്റെ മറുപടിയെല്ലാം ഈ ഒരു ആയത്തിനകത്തുണ്ട്. അതായത് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒട്ടകത്തിൻ്റെ മാംസം അത് യഥാർത്ഥത്തിൽ ബനു ഇസ്രായേലിനും നിഷിദ്ധമായിരുന്നില്ല. അത് യാക്കൂബ് നബി അദ്ദേഹം തനിക്ക് വേണ്ടി നിഷിദ്ധമാക്കിയതാണ്. അതായത് അദ്ദേഹത്തിനൊരു രോഗമുണ്ടാകുകയും, സയാറ്റിക്ക എന്ന് പറഞ്ഞൊരു രോഗം അദ്ദേഹത്തിനുണ്ടാകുന്നു. ആ രോഗത്തിൻ്റെ പേരിൽ അദ്ദേഹം, എനിക്ക് ഈ രോഗത്തിൽ നിന്ന് ശിഫ നൽകിക്കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം ഞാൻ ഒഴിവാക്കാം എന്നൊരു നേർച്ച ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അള്ളാഹു രോഗത്തിന് ശിഫ കൊടുത്തപ്പോൾ അദ്ദേഹം ആ ഒട്ടകത്തിൻ്റെ മാംസം എന്ത് ചെയ്തു, കഴിക്കാതിരിക്കുകയും അത് ആ നേർച്ചയുടെ പൂർത്തീകരണമായിട്ട് അദ്ദേഹം കഴിക്കാതിരുന്നതാണ്. യഥാർത്ഥത്തിൽ അത് ബനു ഇസ്രായേലിന് നിഷേധിക്കപ്പെട്ട വസ്തു ആയിരുന്നില്ല. അപ്പോൾ എന്നുള്ള കാര്യമാണ് ഈ യഥാർത്ഥത്തിൽ നടന്നത്. ഇപ്പം മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. ഈ ജൂതന്മാരുടെ ഇടയിലുണ്ടായിരുന്ന അതിനൂതനമായ, സാധാരണക്കാർക്ക് പോലും മനസ്സിലാക്കാത്ത കാര്യങ്ങൾ പരിശുദ്ധ ഖുർആൻ കൃത്യമായി വരച്ച് കാണിക്കുന്നു. ഓരോരോ സംഭവങ്ങൾ, ഒന്നും രണ്ടും ഒന്നുമല്ല, ഒരുപാട് സംഭവങ്ങൾ കൃത്യമായിട്ട് ഇത് ഇങ്ങനെയാണ്, ഇതിൻ്റെ കാരണം, ഈ നിയമം ഉണ്ടാകാനുണ്ടായ കാരണം ഇന്നതാണ് എന്ന് പറയുമ്പോൾ തന്നെ അവർ മനസ്സിലാക്കേണ്ടതാണ്, ഈ സാധാരണ ഒരു മനുഷ്യൻ അഹ്ലു കിതാബിൻ്റെ ഗ്രന്ഥങ്ങൾ കണ്ടിട്ട് പോലുമില്ല, ഇങ്ങനെ ഒരു മനുഷ്യൻ ഇതെല്ലാം പറയണമെങ്കിൽ ഇത് അല്ലാഹുവിൻ്റെ വഹിയല്ലാതെ വേറൊന്നുമല്ല എന്ന് മനസ്സിലാക്കേണ്ടതായിരുന്നു ജൂതന്മാർ. പക്ഷെ അവരത് മനസ്സിലാക്കാൻ തയ്യാറായില്ല.
ഈസാ അലൈഹിസ്സലാം പറയുന്ന ഒരു സംഭവം, വമുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത്ത് തൗറാത്തി വലിയുഹില്ല ലക്കും ബഅദല്ലദി ഹുർരിമ അലൈക്കും, നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ട ചിലതിനെ ഹലാലാക്കാൻ വേണ്ടിയുമാണ് ഞാൻ വന്നത്. അതുമായി ബന്ധപ്പെട്ട് മുഫസ്സിരീങ്ങൾ പറയുന്നതാണ് ഈ ഒട്ടകത്തിൻ്റെ മാംസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പം അത് അവർ യഥാർത്ഥത്തിൽ തൗറാത്തിൽ പോലും അവർക്കത് നിഷിദ്ധമായിരുന്നില്ല എങ്കിലും അവരതിനെ നിഷിദ്ധമായി കാണുകയും അതനുസരിച്ചാണ് അവർ ജീവിച്ചിരുന്നത്. പക്ഷേ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അത് ഹലാലാണ് അത് എന്നുള്ള വിഷയമാണ് ആ ഭാഗത്ത് പരാമർശിക്കുന്നത്. എന്തായാലും ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദഅവത്തെ, പ്രബോധനത്തെ ഉൾക്കൊള്ളാതെ അവർ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ വധിക്കാനുള്ള പ്ലാൻ ചെയ്യുകയാണ്. അങ്ങനെ അവർ വധിക്കാൻ വേണ്ടിയുള്ള പ്ലാൻ ചെയ്യുകയും ആ പ്ലാനിൽ അവർ പരാജയപ്പെടുകയും വധിക്കാൻ വന്നവരുടെ കൂട്ടത്തിൽ ഒരാൾ ഈസാ അലൈഹി സ്വലാത്തുവിൻ്റെ രൂപം കൊടുക്കുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആകാശഭാഗത്തേക്ക് ഉയർത്തുകയുമാണ് ചെയ്തത്. അപ്പോൾ ആ ആയത്താണ് ഇന്നി മുതവഫീക വറാഫിഉക ഇലയ്യ വമുതഹിറുക മിനല്ലദീന കഫറു എന്ന് തുടങ്ങുന്ന ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വിഷയം ചർച്ച ചെയ്യുന്നത്. അതിനുശേഷവും വീണ്ടും പറയുകയാണ്, ഹക്ക്, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന ഹക്ക് നിങ്ങൾ പൂർണ്ണമായും ഉൾക്കൊള്ളുക എന്നുള്ള കാര്യം പറയുന്നു. പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാര്യം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് ഇവർ തെറ്റായ രീതിയിലുള്ള വാർത്തകൾ പ്രചരിപ്പിച്ചു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എന്താണ്, യഹൂദിയാണ്. ചിലർ നസാറാക്കൾ പറഞ്ഞു നഹ്റാനയാണ്. അപ്പോൾ പറഞ്ഞു ഇല്ല, ഇബ്രാഹിം നബി യഹൂദി നസാറാക്കളൊക്കെ ഇബ്രാഹിം നബിക്ക് ശേഷം വന്നവരാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു മാക്കാൻ ഇബ്രാഹിമു യഹൂദിയും വല നസറാനിയ, യഹൂദിയോ നസറാനിയോ ആയിരുന്നില്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. വലാക്കിൻ കാന ഹനീഫൻ മുസ്ലിമ, അള്ളാഹുവിനെ പൂർണ്ണമായും വഴിപ്പെടുന്ന എല്ലാ മതങ്ങളിൽ നിന്നും ചാഞ്ഞ് നേരായ മാർഗം സ്വീകരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ മാർഗം. അപ്പോൾ ആ മാർഗത്തിലേക്ക് തിരിച്ചു വരാനാണ് ഇവരോട് പറയുന്നത്. ജൂതന്മാരാണ് എൻ്റെ നസറാക്കൾ, നിങ്ങൾ ഇബ്രാഹിമി പാരമ്പര്യത്തിലേക്ക് തിരിച്ചു പോവുക. ആ പാരമ്പര്യം കൃത്യമായി പേറുന്നത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം മില്ലത്തെ ഇബ്രാഹിമിയാണ് എന്ന് പറയുന്നത്. ആ ഇബ്രാഹിമി പാരമ്പര്യം അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ജീവിക്കേണ്ടത് എന്ന് അവരോട് എന്ത് ചെയ്യാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുകയാണ്. അത് കഴിഞ്ഞുള്ള ആയത്തിൽ അഹ്ലു കിതാബിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറയുകയാണ്. പ്രത്യേകിച്ച് ജൂതന്മാരെ സംബന്ധിച്ച് അവർ ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാരും അവരുടെ ഉള്ളിലുള്ള വക്രതയും ഒക്കെ കാരണം അവർ പരിശുദ്ധ ഇസ്ലാമിലേക്ക് വരില്ല. അതുമാത്രമല്ല, എങ്ങനെയെല്ലാം മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കാവോ, ഏതെല്ലാം രീതിയിൽ, അതെല്ലാം ഒരു അവസരം പോലും അവർ പാഴാക്കില്ല എന്നുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ചരിത്രത്തിലുടനീളം നമ്മൾ നോക്കുകയാണെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപദ്രവം മുസ്ലിമീങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത് ഈ പറയപ്പെട്ട ജൂതന്മാരിൽ നിന്ന് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ആയത്തുമായി ബന്ധപ്പെട്ട് ഈ നജ്റാനിൽ നിന്ന് വന്ന ആ ഒരു നിവേദക സംഘം, 40 പേരടങ്ങുന്ന സംഘം, അവർ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി സംവാദം നടത്തി. അവസാനം ഈ സംവാദത്തിൽ അവരുടെ ഓരോരോ വിഷയങ്ങൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹിയിലൂടെ അള്ളാഹു അറിയിച്ചു കൊടുത്തതിലൂടെ കൃത്യമായി അവരെ ബോധ്യപ്പെടുത്തിയതിന് ശേഷം അവർ പരിശുദ്ധ ദീനിൻ്റെ വിഷയത്തിൽ വീണ്ടും സംശയാലുക്കളായി വീണ്ടും മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ട്, കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ദീനിലേക്ക് വരുന്നതിന് പല തടസ്സങ്ങളുണ്ടാകാം. ചിലപ്പം തങ്ങൾ പോകുന്ന സമുദായം തങ്ങൾ തിരിച്ചു പോകുമ്പോൾ തങ്ങൾ എന്തിനു വേണ്ടിയാണോ അയച്ചത്, അപ്പോൾ മുസ്ലിമായി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പരാജയപ്പെട്ടായിരിക്കുമല്ലോ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അത് പാടില്ല. ഞങ്ങളെ അയച്ചവർ ഞങ്ങളിപ്പോൾ അവരെ പരാജയപ്പെടുത്തിയിട്ട് ഞങ്ങൾ വരും എന്ന പ്രതീക്ഷയിലാണല്ലോ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് മുസ്ലിമായി കഴിഞ്ഞാൽ ഞങ്ങൾ പരാജയപ്പെട്ടു എന്ന് പോകുമ്പോൾ നമുക്ക് പിന്നെ അവിടെ സ്ഥാനം ഉണ്ടാവില്ല. അങ്ങനെയുള്ള ദുന്യാവിൻ്റെ നശ്വരമായ ചില പ്രയോജനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അവർ ദീനിലേക്ക് വരാൻ തയ്യാറായില്ല. അപ്പം അവരുമായിട്ട് മുബാഹല നടത്താൻ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷണിക്കുകയാണ്. അതാണ് ഈ ജുസുവിൻ്റെ അവസാന ഭാഗത്തുള്ളത്. മുബാഹല എന്നാൽ പ്രവാചകനും പ്രവാചകൻ്റെ കുടുംബക്കാരും ഈ പറയപ്പെട്ട നിഷേധികളുമായ ആൾക്കാർ വന്ന് പരസ്പരം നിന്നുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഞങ്ങളിൽ ഹക്കാരാണോ അവരെ നീ നിലനിർത്ത്, ഞങ്ങളിൽ ആരാണോ ബാത്തിലുള്ളത് അവരെ നീ നശിപ്പിച്ച് കളയുക എന്ന് പറഞ്ഞ് ദുആ ചെയ്യുന്നു. രണ്ടുപേരും ചേർന്ന് ദുആ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ബാത്തിലിൻ്റെ ആൾക്കാർക്ക് അള്ളാഹുവിൻ്റെ നാശമുണ്ടാകും. പക്ഷേ ഇവർ ആ മുബാഹലയ്ക്ക് തയ്യാറായില്ല. അവരെ വിളിച്ചപ്പോൾ അവർ ഈ മുബാഹലയിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ട് അവർ പോവുകയാണ് ചെയ്തത്. അതാണ് ഈ ജുസുവിൻ്റെ അവസാന ഭാഗത്തായിട്ട് പറയുന്നത്.
അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ.